എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 12 ഇന്ന് ആരംഭിക്കുന്നു. ഈ 12ാമത്തെ അധ്യായത്തിലും സജ്ജന മഹിമയെ പറ്റി തന്നെ വിസ്തരിച്ചു പറയാണ്. സത്സംഗത്തിന്റെ മഹിമ ഇതിനു മുമ്പ് പറഞ്ഞത് വീണ്ടും വീണ്ടും ഭഗവാൻ വിസ്തരിച്ച് പറയണം. യോഗം, സാഖ്യം, തപസ് തുടങ്ങിയ സാധനാനുഷ്ഠാനങ്ങളെക്കാൾ എത്രയോ മഹിമ കൂടും സത്സംഗത്തിന്. സത്സംഗം കൊണ്ടാണ് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് ഉദ്ധവ. ഏറ്റവും അധപ്പതിച്ചവര് കൂടി സത്സംഗ മാത്രത്താൽ മോക്ഷം പ്രാപിച്ചിട്ടുണ്ട്. ദേവന്മാര്, അസുരന്മാര്, രക്ഷസുകള്, ജഡായു തുടങ്ങിയ പക്ഷികള്, സുഗ്രീവാദി വാനരന്മാര്, കുബ്ജ, വ്രജഗോപികുമാര് ഇവരെല്ലാം സത്സംഗത്തിൽ എന്നെ പ്രാപിച്ചവരാണ്. ജന്മകർമ്മങ്ങളാൽ ഏറ്റവും താഴ്ന്ന പടിയിലിരിക്കുന്ന ഗോപികള് യോഗീദുർലഭമായ അവസ്ഥയെ പ്രാപിച്ചത് സത്സംഗം കൊണ്ട് മാത്രമാണ് ഉദ്ധവ. ഗോപികൾക്ക് സജ്ജനമായി ശോഭിച്ചത് ഞാൻ തന്നെ എന്നിങ്ങനെ ഭഗവാൻ അരുളി ചെയ്തു. ഭഗവത് സംഘത്തെക്കാളും ഭഗവാൻ സത്സംഗത്തെ മാനിച്ചു പറയുകയാണ് ചെയ്യണത്. ജീവന്റെ ഉയർച്ചയ്ക്ക് ഏറ്റവും നല്ലത് സത്സംഗം തന്നെ ഹേ ഉദ്ധവ. അതുകൊണ്ട് ഉദ്ധവനും മറ്റൊന്നും ചിന്തിക്കാതെ സർവാത്മാവായ എന്നെ ആശ്രയിക്കൂ. പുണ്യപാപങ്ങളും വിധി നിഷേധങ്ങളും എന്റെ ഭജനത്തിന് വിരോധമാവാത്ത രീതിയിൽ മാത്രം ആദരിച്ച് എല്ലായ്പ്പോഴും എന്നെ ഭജിക്കൂ. ഇപ്രകാരം അമൃതിനേക്കാൾ സ്വാദുള്ള ഭഗവാന്റെ ഉപദേശം കേട്ട് ആനന്ദസാഗരത്തിലാറാഴിയ ഉദ്ധവൻ വീണ്ടും ചോദിക്കണം. 4ാമത്തെ ചോദ്യം. അല്ലയോ ഭഗവാനെ, നിന്തിരുവടിയുടെ ഉപദേശം കേട്ട് അടിയന് സംശയം തീരുന്നില്ല. മനസ്സ് ഭ്രമിക്കണു. കർമ്മങ്ങൾ ചെയ്യണോ അതോ ഉപേക്ഷിക്കണോ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ദേഹേന്ദ്രിയ അന്ധകരണങ്ങളിൽ കുടുങ്ങിയ ജീവൻ അനേക ജന്മങ്ങളായി സമ്പാദിച്ച നാനാതര വാസനകൾക്ക് അടിമപ്പെട്ട് ജനന മരണങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈശ്വരൻകൾ ബുദ്ധി വരുന്നതുമില്ല. ഇങ്ങനെ ദേഹാഭിമാനത്തോടു കൂടിയ അജ്ഞാനിയായ ജീവന് കർമ്മം ചെയ്യുക തന്നെ വേണം. കർമ്മത്തെ വിട്ടിരിക്കാൻ സാധ്യമല്ല. യാദൃച്ഛികമായി കഥാശ്രവണം, നാമകീർത്തനം, സത്സംഗം എന്നിവ സാധിക്കുമ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാകും. ക്രമേണ കർമ്മം അവനെ വിട്ടുപോകും. കർമ്മത്തിൽ ഭക്തനും ജ്ഞാനിക്കും ബന്ധമുണ്ടാകുന്നില്ല. കുമ്പളവള്ളിയിലെ പൂവ് ആദ്യം വലുതായി കാണാം, കായ ചെറുതായും. ക്രമേണ കായ വലുതാകും തോറും പൂവ് ചെറുതാകും. ഒടുവിൽ പൂവ് കരിഞ്ഞ് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ഇതുപോലെ ഭക്തി പൂർണ്ണമാകുമ്പോൾ കർമ്മം താനേ വിട്ടുപോകും. കർമ്മമാകുന്ന പൂ ആദ്യം തന്നെ പൊട്ടിച്ചു കളഞ്ഞാൽ ഭക്തിയാകുന്ന കായ്ക്ക് കേടുപറ്റിയെന്ന് വരാം. അതുകൊണ്ട് സത്സംഗദ്വാര ശ്രവണ കീർത്തനാദികളെ അനുഷ്ഠിച്ച് ഭക്തിയെ വളർത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഉദ്ധവ എന്ന് ഭഗവാൻ പറയുന്നു. അഥ ശ്രീമൽ ഭാഗവത ഏകാദശ സ്കന്ധ 12ാധ്യായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ന രോധയതി മാം യോഗോ ന സാഖ്യം ധർമ്മയേവ ച ന സ്വാധ്യായതപസ്ത്യാഗോ നേഷ്ടാപൂർത്തം ന ദക്ഷിണ. ഭഗവാൻ പറഞ്ഞു, ആസനം, പ്രാണായാമം എന്നിവ ശീലിച്ചുകൊണ്ട് ചിത്തവൃത്തികളെ അടക്കാൻ ചെയ്യുന്ന പരിശ്രമമാകുന്ന യോഗവും തത്വങ്ങളെ പിരിച്ചുകാട്ടി സൂക്ഷ്മ തത്വം ധരിപ്പിക്കുന്ന സാഖ്യശാസ്ത്രവും സാമാന്യമായ പരോപകാരം എന്ന് പറയപ്പെടുന്ന ധർമ്മവും വേദാധ്യയനവും കൃച്ഛ്ര ചാന്ദ്രായണാദി
കഠിന തപസ്സും സന്യാസവും അഗ്നിഹോത്രം മുതലായ വൈദിക കർമ്മങ്ങളും കുളം കുഴിപ്പിക്കുക, തണ്ണീർ പന്തൽ വയ്ക്കുക മുതലായ സ്മാർത്ഥ കർമ്മങ്ങളും സാമാന്യമായി അന്യർക്ക് ചെയ്യുന്ന ദാനവും എന്നെ വശീകരിക്കാൻ സത്സംഗത്തോളം അത്ര സമർത്ഥമല്ല. ഉദ്ധവ പറയും, വ്രതാനി യജ്ഞ ഛന്ദാംസി തീർത്ഥാനി നിയമായമാ യഥാ വരുന്ധേ സത്സംഗ സർവസംഗാപഹോഹിമാം. ഏകാദശി മുതലായിട്ടുള്ള വ്രതങ്ങളും രഹസ്യമായി ചെയ്യുന്ന പൂജകളും മന്ത്രജപങ്ങളും ഗംഗാദി തീർത്ഥ സ്നാനങ്ങളും ശൗചങ്ങളും അഹിംസാദികളും സത്സംഗത്തിന് തുല്യമല്ല. ഉദ്ധവ, എല്ലാ സംഘങ്ങളെയും ഇല്ലാതെയാക്കാനുള്ള ശക്തി സജ്ജന സംസർഗത്തിനുണ്ട്. അതുകൊണ്ട് വിഷയാസക്തിയെ തീരെ നശിപ്പിക്കാൻ ശക്തിയുള്ള സത്സംഗം ലഭിച്ചവർക്ക് ഞാൻ ശീഘ്രം സ്വാധീനനായി ഭവിക്കും. എന്നെ സ്വാധീനമാക്കാൻ മറ്റുള്ള സംഗതികൾക്ക് സത്സംഗത്തോളം ശക്തിയില്ല ഉദ്ധവ. അതിനാൽ സാധു സംസർഗം തന്നെ ഏറ്റവും ശ്ലാഘ്യമായിട്ടുള്ളത്. സത്സംഗേന ഹി ദൈദേയാ യാതുധാനാ മൃഗാ ഖഗാഃ ഗന്ധർവാപ്സരസോ നാഗാ സിദ്ധാചാരണഗുഹ്യകാഃ. സത്സംഗത്തിന്റെ പ്രഭാവ നിമിത്തം വളരെ താണയോനികളിൽ ജനിച്ചവരും സൽഗതി പ്രാപിച്ചിട്ടുണ്ട്. അസുരന്മാര്, രാക്ഷസന്മാര്, മൃഗങ്ങള്, പക്ഷികള്, ഗന്ധർവന്മാര്, അപ്സരസുകള്, സർപ്പങ്ങള്, സിദ്ധന്മാര്, ചാരണന്മാര്, യക്ഷന്മാര് എന്നിവരൊക്കെ. വിദ്യാധരാ മനുഷ്യേഷു വൈശ്യാശൂദ്രാ സ്ത്രിയോന്ത്യജാഃ രജസ്തമഃ പ്രകൃതയാ തസ്മിൻ തസ്മിൻ യുഗേ അനഘ. വിദ്യാധരന്മാര്, മനുഷ്യരിൽ വൈശ്യര്, ശൂദ്രര്, സ്ത്രീകള്, താണജാതിയില് ജനിച്ചവര്, രജസ്സും തമസ്സും അധികരിച്ചിരിക്കുന്ന സ്വഭാവക്കാര് പലരും സൽഗതിക്ക് അർഹരല്ലാതിരിക്കെ സത്സംഗം അവരുടെ പ്രകൃതിയെ ക്ഷണത്തിൽ നന്നാക്കി തീർത്ത് അവർക്ക് നല്ല പദവി കൊടുത്തിട്ടുണ്ട്. അല്ലയോ നിഷ്പാപ, ഓരോ യുഗത്തിലും ഇങ്ങനെയുള്ളവർ പലരും ഉണ്ടായിട്ടുണ്ട്. ബഹവോ മൽപദം പ്രാപ്ത ത്വാഷ്ട്രകായാധവാദയ വൃഷപർവാ ബലിർബാണോ മയശ്ചാധ വിഭീഷണ. താണവര് പലരും സത്സംഗത്താൽ പരമപദവി അടഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് ഉദാഹരണ സഹിതം പറയാണ്. വൃത്രാസുരൻ, പ്രഹ്ലാദൻ, വൃഷപർവാവ്, മഹാബലി, ബാണാസുരൻ, മയൻ, വിഭീഷണൻ ഇവരൊക്കെ അസുരന്മാരാണല്ലോ. എന്നിട്ടും അവർക്ക് സത്സംഗം കൊണ്ട് പരമപദവിയിലെത്തി. സുഗ്രീവോ ഹനുമാൻ വൃക്ഷോ ഗജോ ഗൃധ്രോ വണിക്പഥ വ്യാധ കുബ്ജാ വ്രജേ ഗോപ്യോ യജ്ഞപത്ന്യസ്തഥാവരേ. സുഗ്രീവൻ, ഹനുമാൻ, ജാംബവാൻ, ഗജേന്ദ്രൻ, ജടായു, തുലാധരൻ, ധർമ്മവ്യാധൻ, കുബ്ജ വ്രജസ്ത്രീകള്, ദീക്ഷിതന്മാരുടെ ഭാര്യമാര് എന്നിങ്ങനെയുള്ള പലരും എന്നെ പ്രാപിച്ചിരിക്കുന്നു. തേ നാധീത ശ്രുതിഗണ നോപാസിത മഹത്തമാ ഔവ്രതാ തപ്ത തപസ സത്സംഗാത് മാം ഉപാഗതാഃ. ഇവരൊന്നും എന്റെ പരമാർത്ഥ സ്വരൂപത്തെ വിവരിക്കുന്ന വേദവാക്യങ്ങൾ അറിഞ്ഞവരൊന്നുമല്ല. അതിനുവേണ്ടി വേദം അറിഞ്ഞിരിക്കുന്നവരെ സേവിച്ചിട്ടുമില്ല. കഠിനവ്രതങ്ങളോ തപസ്സോ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഇരുന്നിട്ടും എന്നെ പ്രാപിക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടാവാൻ കാരണം സത്സംഗമാകുന്നു. ഗോപസ്ത്രീകൾക്കും യജ്ഞപത്നിമാർക്കും ഭഗവാന്റെ സംഘമാണ് ഉണ്ടായത്. അതുകൊണ്ട് അവർക്ക് മുക്തി സിദ്ധിച്ചു എന്ന് കരുതരുത്. സാധുക്കളും ഭഗവാനും ഒന്ന് തന്നെ എന്ന് കാണിക്കാൻ സജ്ജനങ്ങളുടെ കൂട്ടത്തില് തന്നെയും ഭഗവാൻ ഉൾപ്പെടുത്തി എന്നേയുള്ളൂ. കേവലേന ഹി ഭാവേന ഗോപ്യോ ഗാവോ നഗാ മൃഗാഃ യേന്യേ മൂഢധിയോ നാഗാ സിദ്ധാ മാമീയുരഞ്ജസ. ഇത്രയും പറഞ്ഞുവല്ലോ. മേൽപ്പറഞ്ഞവരിൽ വെച്ച് ഗോപികമാരുടെ നിർവ്യാജ ഭക്തിയെ ഭഗവാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സത്സംഗത്താൽ സിദ്ധിച്ച കേവല ഭക്തിയാൽ ഞാൻ തന്നെ അവരുടെ സർവസ്വം എന്ന ശുദ്ധ വിചാരത്താൽ ഗോപികൾ എന്നോട് ചേർന്നു. അതിമൂഢ യോനികളിൽ ജനിച്ചാലും ഭാഗ്യവശാൽ സാധുസംഗതി സിദ്ധിക്കാനും കേവല ഭക്തിരസം അറിയാനും ഇടവന്നാൽ അവർ സിദ്ധരായി ഭവിച്ച് എന്നോട് ചേരും. പശുക്കള്, യമളാർജുന വൃക്ഷങ്ങള്, മൃഗങ്ങള്, വൃന്ദാവന വൃക്ഷങ്ങൾ, കാളിയൻ മുതലായ സർപ്പങ്ങൾ കൂടി ആന്തരസ്നേഹത്താൽ എന്നെ പ്രാപിച്ചിരിക്കുന്നു. ബാഹ്യരൂപമല്ല, ആന്തരസ്നേഹമാണ് ഗുണഹേതു എന്ന് മേൽപ്പറഞ്ഞവർ വെളിപ്പെടുത്തിയിരിക്കുന്നു.
ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.